വടകര പുതിയ ബസ് സ്റ്റാൻഡിനു സമീപം കെട്ടിട വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികനെ കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ചയാൾ കൊല്ലം ഇരവിപുരം സ്വദേശിയാണെന്നാണ് പറയപ്പെടുന്നത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മരിച്ചയാളുടെ കഴുത്തിൽ തുണി മുറുക്കിയതിനെ തുടർന്നുള്ള ആന്തരിക ക്ഷതമാണ് മരണത്തിനിടയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ജോഷില ചേർന്നുണ്ട്. ജോഷില, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണെന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമായിരുന്നു വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം കെട്ടിട വരാന്തയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. മരിച്ചത് കൊല്ലം ഇരവിപുരം സ്വദേശിയാണെന്നാണ് പറയപ്പെടുന്നത്. മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മരിച്ചയാളുടെ കഴുത്തിൽ തുണി മുറുക്കിയതിനെ തുടർന്നുള്ള ആന്തരിക ക്ഷതമാണ് മരണത്തിനിടയാക്കിയത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വയോധികന്റെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായതോടെ വടകര പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. നേരത്തെ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തത്. മരിച്ചയാളെ തിരിച്ചറിയാനും കൊലപ്പെടുത്തിയ പ്രതിയെ കണ്ടെത്താനും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് കഴുത്തിൽ തുണി ചുറ്റിയ നിലയിൽ വയോധികനെ മരിച്ച നിലയിൽ വഴിയാത്രക്കാർ കണ്ടത്. വടകരയിലും പരിസരത്തും ഭിക്ഷാടനം നടത്തി കഴിയുന്ന ആളാണ് മരിച്ചത്. ശ്രീനിധി.